ദുബായ് ടോക്സ് പാർട്ട് 4. അപ്പം നമ്മളവിടെ പറഞ്ഞു നിർത്തിയത് ഇൻ്റർവ്യൂവിന് പോകുന്ന കഥ. അങ്ങനെ പെട്ടെന്നൊരു കോൾ വന്നപ്പം ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് നോക്കിയപ്പോഴാണ് ഫോർമൽ ഡ്രസ്സല്ല, മേക്കപ്പ് തീരെയില്ല, മുടിയാണെങ്കിൽ നല്ലപോലെ കെട്ടിയിട്ട് പോലില്ല. ഇപ്പം എന്താ ചെയ്യാന്ന് ആകെ ടെൻഷൻ അടിച്ച് നിന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, വാ നമുക്ക് ഡേ ടു ഡേയിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ വേഗം ഡേ ടു ഡേ പോയി പൊട്ടും കോമ്പും ഒക്കെ വാങ്ങി അവിടെ ടെസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കും എടുത്തിട്ട് ഞങ്ങൾ വേഗം റെഡി ആയിട്ടോ. റെഡി ആയിട്ട് നേരെ നമ്മൾ ഇൻ്റർവ്യൂവിലോട്ട് പോയി. അവിടെ എത്തിയപ്പോൾ മാനേജർ പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ച് പണ്ടാറിറങ്ങിയിരിക്കുക. എല്ലാ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രിപ്പയർ എങ്കിലും ചെയ്യും, ജസ്റ്റ് മൈസെൽഫ് എങ്കിലും പഠിക്കും. ഈ ഇൻ്റർവ്യൂവിന് ഞാൻ പോയപ്പം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് മൈസെൽഫ് പോയിട്ട് ഒന്നും എനിക്ക് ഓർമ്മയില്ല. അതും ഇംഗ്ലീഷാണേ. നമ്മൾ ഈ UAE ആദ്യമായിട്ട് വരുന്ന എല്ലാവരുടെയും ഒരു ടെൻഷൻ പിടിച്ചൊരു കാര്യമാണ് ഇംഗ്ലീഷിൽ എങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. എല്ലാവരും പോലെ എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് കുറച്ച് അവിടെ ഇവിടെയും തൊടാതെ അറിയാമെങ്കിലും പ്രോപ്പറായിട്ട് പെട്ടെന്ന് പറയാൻ ചോദിച്ചാൽ എനിക്കും കയ്യിൽ നിന്ന് പോകും. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങിയിരുന്നു. എൻ്റെ മാനേജർ വിളിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ അകത്തോട്ട് കയറി. അപ്പം ചെന്നപ്പോൾ തന്നെ അതാണ്ട് ഇംഗ്ലീഷിൽ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങി. ആദ്യം തന്നെ പഠിച്ചു വെച്ച മൈസെൽഫാണ് ചോദിച്ചത്. അത് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. പിന്നെ എന്തൊക്കെയോ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പോൾ പുള്ളിക്ക് തന്നെ മനസ്സിലായി ഞാൻ ഒട്ടും കംഫർട്ടല്ല ഇംഗ്ലീഷിലെന്ന്. അങ്ങനെ നമ്മുടെ തനി മലയാളം ഭാഷയിൽ പുള്ളി കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിച്ച് സംസാരിച്ചു. അപ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടായി. സത്യം പറഞ്ഞാൽ ഇത്ര അടിപൊളിയായിട്ടൊരു ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്ത് ആ ഇൻ്റർവ്യൂ ആയിരുന്നു. നല്ല കംഫർട്ടായിട്ട് ഞാൻ SBയിൽ എങ്ങനെ വർക്ക് ചെയ്തത്, ഞാൻ അവിടെ എങ്ങനെയാണ് സെയിൽസ് ചെയ്തത്, ഞാൻ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റും. ഞാൻ 100% കോൺഫിഡൻ്റ് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങി. പിന്നെ പുള്ളി എന്നോട് എക്സ്പെക്റ്റഡ് സാലറി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 2500 തന്നെയാണ് പറഞ്ഞത്. കാരണം MBAയിൽ അവിടെ എനിക്ക് അതാണല്ലോ ഓഫർ ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ദൈവത്തിനെ ഞാൻ വിളിച്ചത്. എന്നെ ഇവിടെ ഇൻ്റർവ്യൂവിൽ എത്തിച്ച ആളില്ലേ, അങ്ങനെ മൂപ്പരാളെ ഞാൻ വിളിച്ചു. പുള്ളി താഴോട്ട് വന്നു. എന്നോട് പറഞ്ഞു, ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞതൊക്കെ നീ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. കാര്യം ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ പുള്ളിയുടെ വക ഒരു ഗ്രൂമിങ് ക്ലാസ് ഉണ്ടായിരുന്നേ. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊക്കോ, നിനക്ക് ലക്കുണ്ടെങ്കിൽ നിനക്കത് വിധിച്ചിട്ടാണെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ബാക്കിയെല്ലാം HR-ൻ്റെയും മാനേജറിൻ്റെയും കയ്യിലാണ്. ബട്ട് ഞാൻ നിനക്ക് അപ്ഡേറ്റ് തരാം, നീ പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് 1% പോലും ഉറപ്പില്ലായിരുന്നു അത് കിട്ടുമെന്നുള്ളത്. കാര്യം എന്താണ്, ഞാൻ ഡയറക്റ്റ് ബാങ്കിലാണ് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോയത്. ഒരു തേർഡ് പാർട്ടി ചാനൽസ് ആയവർ പോലും എന്നെ റിജക്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് എങ്ങനെ ഡയറക്റ്റ് ബാങ്കിൽ കിട്ടാനാ? നിങ്ങൾ പറ, എനിക്ക് ഡയറക്റ്റ് ബാങ്കിൽ കിട്ടുമോ? എവിടുന്ന് അല്ലേ? അങ്ങനെ ഒരു പ്രതീക്ഷയുമായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും നേരെ വീട്ടിലോട്ട് വിട്ടു. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം.